ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ രോഷാകുലരായ ജനങ്ങൾ പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രാജ്യം വിടാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യയിലെ ഇറാൻ എംബസി. സുരക്ഷാ സേനയും സൈന്യവും സർക്കാർ ഉത്തരവുകൾ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായാൽ 20 കുടുംബാംഗങ്ങൾക്കൊപ്പം ഖമേനി രാജ്യം വിട്ടേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. റഷ്യയിലേക്കാവും ഖമേനി പോകുകയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ തള്ളിയ ഇറാൻ എംബസി തികച്ചും അടിസ്ഥാനരഹിതമായ വിവരമാണിതെന്ന് പറഞ്ഞു. ശത്രുരാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയാണിതെന്നും ശക്തമായി അപലപിക്കുന്നുവെന്നും എംബസി അറിയിച്ചു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ പോലും ഖമേനി രാജ്യം വിടാൻ തയ്യാറായില്ലെന്ന് എംബസി അറിയിച്ചു. അതിനിടെ അതിരൂക്ഷമായ വിലക്കയറ്റത്തിലും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം പടരുന്നു. സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ പ്രായപൂർത്തിയാകാത്ത 5 പേരുൾപ്പെടെ 27 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഗ്രാൻഡ് ബസാർ കേന്ദ്രീകരിച്ചാണ് നിലവിൽ സംഘർഷം കടുക്കുന്നത്. സുരക്ഷാ സേന 1000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് കൂടാതെ പ്രക്ഷോഭകർക്ക് നേരെ വെടിവെക്കുന്നതായും ആരോപണമുണ്ട്. ഇലാം പ്രവിശ്യയിലെ മലേഷാഹി ജില്ലയിൽ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് 6 പേർ കൊല്ലപ്പെട്ടു. ഒരാഴ്ചയിലേറെയായി തുടരുന്ന പ്രതിഷേധങ്ങളിൽ 35ഓളം പേരും കൊല്ലപ്പെട്ടുവെന്നും 1200-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 29 പ്രതിഷേധക്കാരും 4 കുട്ടികളും ഇറാന്റെ സുരക്ഷാ സേനയിലെ 2 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 27 എണ്ണത്തിലായി 250-ലധികം സ്ഥലങ്ങളിലാണ് പ്രതിഷേധം നടക്കുന്നത്. നിലവിലുള്ള പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ ഇറാൻ ഭരണകൂടത്തിന് കീഴടങ്ങേണ്ടതായി വരും. പരിക്കേറ്റ പ്രക്ഷോഭകരെ പിടികൂടാൻ സുരക്ഷാ സേന ആശുപത്രികളിൽ റെയ്ഡ് നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രതിഷേധക്കാരുടെ വെടിയേറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ അധികൃതർ അറിയിച്ചു. സാമ്പത്തിക ആഘാതം കുറയ്ക്കുന്നതിനായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിമാസ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കലാപകാരികൾക്ക് നേരെ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് ഇറാൻ ജുഡീഷ്യറി തലവൻ മുന്നറിയിപ്പ് നൽകി. 2022-23 കാലഘട്ടത്തിൽ മഹസ അമനിയുടെ മരണത്തെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ഡിസംബർ 28-ന് ടെഹ്റാൻ ബസാറിലെ വ്യാപാരികൾ ആരംഭിച്ച കടയടപ്പ് സമരം പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കുർദ് ലോർ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പടിഞ്ഞാറൻ ഇറാനിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പതിച്ചതാണ് പുതിയ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടിയത്. പിന്നാലെ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലിനെതിരെയും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കെതിരെയും പ്രക്ഷോഭകർ രംഗത്തിറങ്ങി. ഇതാണ് അവസാന സന്ദേശം, ഭരണകൂടം തന്നെയാണ് ലക്ഷ്യം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ പുറത്താക്കപ്പെട്ട പഴയ രാജഭരണത്തെ അനുകൂലിച്ചും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. ഖമേനിയെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പും പ്രക്ഷോഭകർ ഉയർത്തുന്നുണ്ട്. ഇറാനിൽ സമ്പദ്വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളാൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾക്കും തകരാറുകൾ സംഭവിച്ചു. ദിവസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചതായുള്ള വാർത്തയും പുറത്തുവന്നു. വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും തുടർന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ്. ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിനിറങ്ങിയവരെ ഇറാൻ ഭരണകൂടം ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇടപെടുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കലാപകാരികളെ ഒതുക്കി നിർത്താൻ അറിയാമെന്നും ഖമേനി പറഞ്ഞു. ഏകാധിപതിക്ക് മരണമെന്ന മുദ്രാവാക്യം വിളിച്ചാണ് തെരുവിൽ ചിലർ പ്രതിഷേധിക്കുന്നത്. 2022 അവസാനത്തിൽ കുർദ് വനിത മഹസ അമനിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദേശീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.